ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നാടൻ 4 മണി പലഹാരമാണ്. സുഖിയൻ അല്ലെങ്കിൽ മോദകത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മോദകത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആദ്യം റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ചെറുപയറാണ്. ഇതൊരു ഏകദേശം 300 ഗ്രാം ഉണ്ടാവും. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിലാവുന്നവരെ വേവിക്കുക. പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം 2 വിസിലടുപ്പിക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. ഇപ്പോൾ നമ്മുടെ ചെറുപയർ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഇത് നല്ല പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഒട്ടും തന്നെ കഴിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഏകദേശം 300 ഗ്രാം ശർക്കര ഉണ്ടാവും. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഉരുക്കി പാനിയാക്കുക. വെള്ളം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഉരുകുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ച് മാറ്റി വെക്കണം. ഈ മുകളിലുള്ള പതയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. ഇനി ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചെടുത്ത് ശർക്കരപ്പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ശർക്കരപ്പാനിയിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചെറുപയറും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇത് നമ്മൾ നല്ലതുപോലെ വരട്ടിയെടുക്കുന്നതിലാണ് ഈ സുഖിയൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ശർക്കരപ്പാനിയിൽ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വരട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 1.5 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു തേങ്ങയുടെ പകുതിയും കുറച്ചും കൂടിയിട്ടാണ് ഉള്ളത് ഈ 1.5 കപ്പ് തേങ്ങ ചിരകിയതിന്. ഇനി ചെറുപയറും ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ആദ്യം ആ ശർക്കരപ്പാനിയിലുള്ള വെള്ളം വറ്റിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വരട്ടിയെടുക്കാം. അതുപോലെ ഇതിൽ ചേർക്കുന്ന തേങ്ങയുടെയും ശർക്കരയുടെയും അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചധികം മധുരം വേണം എന്നുള്ളവർക്ക് അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടാം. അതുപോലെ തേങ്ങയും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ്. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെറുപയർ ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റിക്കാനുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നെയ്യ് ചേർത്ത് ശർക്കരയിൽ വരട്ടുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ വരട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് സെറ്റാവും. ഇതിപ്പോൾ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഉരുളകളൊക്കെ നമുക്കിഷ്ടമുള്ള സൈസിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തേക്കുന്നത്. നമ്മൾ ഉരുളകളാക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടകിയതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് ഈ സൈസിലുള്ള 25 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശരിക്കും നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. നമ്മൾ മോദകത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ചേർക്കുന്നത് ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട ചേർക്കണം എന്നില്ല. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളമൊക്കെ കുറേശ്ശെയായിട്ട് വേണം ചേർക്കേണ്ടത്. ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ കട്ടിയുള്ള ഒരു ബാറ്ററാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് ഒട്ടും തന്നെ ലൂസാവാൻ പാടില്ല, എങ്കിൽ നമുക്ക് ഈ കോട്ടിംഗ് നന്നായിട്ട് അങ്ങനെ നിൽക്കത്തില്ല. നമ്മൾ ഈ ബോൾസൊക്കെ ഇങ്ങനെ ഈ ബാറ്ററിൽ മുക്കി ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞ് നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ മോദകം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്രൈങ് പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോദകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് വേണം മോദകം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. നമ്മൾ ഈ ബാറ്ററിൽ മുട്ട ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് 1 സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ വശവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മോദകത്തിൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുട്ട ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിലിങ്ങനെ ബബിൾസ് പോലെ കാണുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ 4 മണി പലഹാരം മോദകം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടമാവുന്നൊരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.